ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരക്ഷരം പഠിച്ചു അല്ലേ? ഏത് പാർട്ടിലുള്ള അക്ഷരമാണ് നമ്മൾ പഠിച്ചത്? മൂന്നാമതൊരു പാർട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, മലയാളത്തിലെ അക്ഷരങ്ങളുടെ. അത് ഏത് പാർട്ടാണ്? പറ. വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ, അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന വിഭാഗത്തില് അല്ലെങ്കിൽ ആ പാർട്ടിൽ ഉൾപ്പെടുന്ന ഒരക്ഷരം. മുന്നേ നമ്മൾ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മളത് കുറച്ച് കൂടുതൽ അക്ഷരങ്ങളായിട്ട് വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവനായിട്ടും പഠിക്കണമല്ലോ അല്ലേ? എന്നാലല്ലേ നമുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കാൻ പറ്റുള്ളൂ, മലയാളം ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന വിഭാഗത്തിലെ വേറെ ഒരക്ഷരവും അതിൻ്റെ ഉദാഹരണവുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പഠിച്ചാലോ? ഓക്കെ അല്ലേ? തുടങ്ങാം. നമ്മളപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുന്നു കേട്ടോ, നമ്മള് ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊരു വ്യഞ്ജനാക്ഷരമാണ്. ഈ അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയാലോ. ഏതക്ഷരാണിത്? നമ്മൾ ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ളതാണ്, ചിഹ്നങ്ങളൊക്കെ ചേർത്ത് എഴുതിയിട്ടുള്ളതാണ്. ഏതക്ഷരാണ്? പ. ഏതാണ്? പ. ഓക്കെ. ഇനി ഈ പ എന്ന അക്ഷരത്തോട് നമുക്ക് കുറച്ച് സാമ്യം വരുന്ന, കുറച്ച് സെയിം ആയിട്ടുള്ള രീതിയിലാണ് അടുത്ത അക്ഷരം. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് വേറെ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഒരു അറിയാവുന്ന ഒരു അക്ഷരം ആദ്യം പഠിപ്പിക്കുന്നത്, പറഞ്ഞിട്ടുള്ള അക്ഷരം വീണ്ടും പറയുന്നു. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അടുത്ത അക്ഷരം ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത് പ എഴുതി പ നമ്മൾ പഠിച്ചു. കണ്ടോ? ശ്രദ്ധിക്കുക, അങ്ങനെ തന്നെ പോകുന്നു. കണ്ടോ? കണ്ടോ? എളുപ്പമല്ലേ എഴുതാനായിട്ട്? ഇവിടെ ഇങ്ങനെ ലൈൻ പോലെ വന്നത് ശരിക്കും ഇങ്ങനെയല്ല, ഇതുപോലെയാണ്. ടീച്ചർ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എഴുതിയപ്പോ വന്നതാണ് കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കുക, ഇങ്ങനെ എഴുതുക. കണ്ണു ഇങ്ങനെയാണ് ശരിക്കും. നോക്കിയേ, നമ്മള് പ എഴുതി, എന്നിട്ട് ഇങ്ങനെ എഴുതി. കണ്ടോ? കാണാൻ പറ്റിയോ? കിട്ടിയോ? കിട്ടിയോ? ഒന്നും കൂടെ എഴുതട്ടെ ടീച്ചർ? ശ്രദ്ധിച്ചിരിക്കുക, അപ്പൊ കിട്ടും കേട്ടോ. കണ്ടോ? നീയാണ്. ഓക്കെ, കിട്ടിയോ? ഇനി ടീച്ചറെ ഇത് ഞങ്ങള് അക്ഷരം എഴുതി കണ്ടു, എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായി അല്ലേ? നമ്മള് പ പഠിച്ചു, എന്നിട്ട് എന്താണ് അതിനോട് സാമ്യമുള്ള രീതിയിൽ നമ്മൾ ഇത് എഴുതി. ഇനി ഈ അക്ഷരം പറയുന്നത് എങ്ങനെയാന്ന് അറിയണ്ടേ? ഭ. എങ്ങനെയാണ്? ഭ. ഭ. ഇത് പറഞ്ഞേ. ഭ. ഭ. ഇത് പറഞ്ഞേ. ഇതേതാണ് അക്ഷരം? പ. ഈ അക്ഷരം ഏതാണ്? ഭ. ഇത് പ, ഇത് ഭ. കിട്ടിയോ? ഇത് പ,
ഈ അക്ഷരം ഭ. ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഈ അക്ഷരം നമുക്കറിയാം, പ അണ്ട ഭ, പ ഭ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ എഴുതിയ അക്ഷരം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമുക്ക് ഒരു വാക്ക് പഠിക്കണ്ടേ, വേണ്ടേ? എന്നാലല്ലേ ആ അക്ഷരത്തിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ? നമ്മള് ഇപ്പൊ പഠിച്ച അക്ഷരം ഭായാണ്. ഇത് ഉപയോഗിച്ച് വാക്ക് ഭ, ല, അം. ല അം അനുസ്വാരം ചേർത്ത്, ചിഹ്നം ചേർത്ത്. ല അം, അപ്പൊ എന്തായി? ലം. അപ്പൊ ഇത് ഭ, ല ലം. കൂട്ടി വായിക്കുമ്പോ എങ്ങനെയാ? ഫലം എന്ന് പറഞ്ഞേ. ഫലം. ഭ, ല ലം ചേർത്ത് വായിക്കുമ്പോ ഫലം. എന്താണ് ഫലം? ഫലം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഫലം? ഫലം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫ്രൂട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫ്രൂട്ട്സ് കേട്ടിട്ടുണ്ടോ? പഴവർഗ്ഗങ്ങള് അല്ലേ? ആപ്പിൾ, മുന്തിരി, ഓറഞ്ച് അല്ലേ? ഇതൊക്കെ എന്താണ്? ഫ്രൂട്ട്സ് ആണ് അല്ലേ? പഴവർഗ്ഗങ്ങളാണ്, പഴങ്ങളാണത് അല്ലേ? ഫ്രൂട്ട്സ്. ഇതാണ് ഫലം എന്ന് പറയുന്നത്. നോക്കിയേ, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ ഈ അക്ഷരം? നോക്കിയേ, ഭ, ല, അം, ഫലം. കണ്ടോ? ഒരു ബാസ്ക്കറ്റ് നിറയെ ഫലങ്ങൾ ഇരിക്കുന്ന കണ്ടോ? ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മുന്തിരി ഉണ്ട്, പഴമുണ്ട് അല്ലേ? ഇതൊക്കെയാണ് ഫലങ്ങൾ. ഫലം എന്താണിത് പറയാ? ഫ്രൂട്ട്സ്. അതിന് മലയാളത്തിൽ പറയുന്നത് ഫലം, ഫ്രൂട്ട്. ഫലം, ഫ്രൂട്ട്, ഫലം. ഫ്രൂട്ട്സ്, ഫലങ്ങൾ. കിട്ടിയോ? നോക്കി, ഭ, ല, അം, ഫലം. എന്താണ്? പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്. അതാണ് ഫലം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കൊന്നും കൂടെ എഴുതാം. ഭ, ല, അം. എന്താണ്? ഭ, ല, അം, ഫലം. എന്താണ്? ഫലം, ഫ്രൂട്ട്. കിട്ടിയില്ലേ? എങ്ങനെ എഴുതാം? ആ എഴുതുന്ന പോലെ എഴുതുക. കൈയെടുക്കരുതിട്ടാ. മലയാളാക്ഷരങ്ങള് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു അപ്പൊ മാത്രമേ കൈയെടുക്കാൻ പാടുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ല, അം, ലം. അപ്പൊ ഭ, ല, അം, ഫലം. എന്താണ്? ഫലം എന്ന് പറഞ്ഞേ. ഫലം, ഫ്രൂട്ട്. ഓക്കെ, ബാക്കി വരുന്ന അക്ഷരങ്ങള് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നന്നായിട്ട് മനസ്സിരുത്തി വീട്ടിലിരുന്ന് ഉറക്കെ പറഞ്ഞും എഴുതിയൊക്കെ പഠിക്കുക. 15 മിനിറ്റ് മലയാളത്തിന് വേണ്ടി എല്ലാ ദിവസവും വായിക്കാനും എഴുതാനും വേണ്ടി മാറ്റിവെക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.